AMMA ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ജഗദീഷിന്റെ നിർണായക നീക്കം. താരസംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ ജഗദീഷ് പത്രിക പിൻവലിക്കുമെന്ന് റിപ്പോർട്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾക്ക് പിന്തുണയെന്ന് ജഗദീഷ് അറിയിച്ചു. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയെയും വ്യക്തിപരമായി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. മൂവരുടെയും പിന്തുണ ലഭിച്ചാൽ പത്രിക പിൻവലിക്കും. ഇക്കാര്യത്തിൽ ജഗദീഷ് ഇങ്ങനൊരു തീരുമാനം എടുത്ത സാഹചര്യത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഈ തീരുമാനത്തോട് യോജിക്കേണ്ടി വരും. സ്ത്രീകൾ മത്സരിക്കണമെന്നും അധികാരത്തിലെത്തണമെന്നും മത്സരിക്കുന്നതിൽ പ്രധാനിയായ ജഗദീഷ് തന്നെ പറയുമ്പോൾ ആ നിർദ്ദേശത്തെ പരിഗണിക്കുന്നതിന് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവർ മുൻകൈ എടുക്കേണ്ടി വരും. താരസംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 74 പേർ പത്രിക നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾ ഉൾപ്പെടെ 6 പേരാണ് പത്രിക നൽകിയത്. ഈ മാസം 31-ന് പത്രിക പിൻവലിക്കുന്ന ദിവസമേ പാനലുകളും കൂട്ടുകെട്ടുകളും സംബന്ധിച്ച അന്തിമ ചിത്രമാകൂ. ഓഗസ്റ്റ് 15-ന് കൊച്ചിയിലാണ് തിരഞ്ഞെടുപ്പ്. ആദ്യമായാണ് ഇത്രയും പേർ മത്സര രംഗത്തെത്തുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, ശ്വേത മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവർ പത്രിക നൽകിയിട്ടുണ്ട്. മത്സര രംഗത്തുള്ള ഏറ്റവും സീനിയർ അംഗങ്ങൾ ജഗദീഷും ദേവനുമാണ്. അമ്മയിൽ തലമുറ മാറ്റം വേണമെന്നും യുവ നേതൃത്വം വരണമെന്നും നേതൃനിരയിലുണ്ടായിരുന്ന മുതിർന്ന നടന്മാർ പലതവണ അഭ്യർത്ഥിച്ചെങ്കിലും പ്രമുഖ യുവ നടന്മാർ മുന്നോട്ട് വന്നില്ല. വിജയരാഘവൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും പത്രിക നൽകിയില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോയ് മാത്യു നൽകിയ പത്രിക തള്ളി. ജഗദീഷ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതിനാൽ നാമനിർദ്ദേശ പത്രികയിലെ ഡിക്ലറേഷനിൽ ഒപ്പിടാതിരുന്നതാണെന്ന് ജോയ് മാത്യുവുമായി അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ജോയ് മാത്യുവിന്റെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ എന്നിവർ എല്ലാ സ്ഥാനങ്ങളിലേക്കും പത്രിക നൽകിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും പത്രിക നൽകി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആശ അരവിന്ദ്, ലക്ഷ്മി പ്രിയ, നവ്യ നായർ, കുക്കു പരമേശ്വരൻ, നാസർ ലത്തീഫ്, ഉണ്ണി ശിവപാൽ എന്നിവരും പത്രിക നൽകി. ട്രഷറർ സ്ഥാനത്തേക്ക് വിനു മോഹൻ, ടിനി ടോം, കുക്കു പരമേശ്വരൻ, സുരേഷ് കൃഷ്ണ, കൈലാഷ് എന്നിവരും പത്രിക നൽകിയിട്ടുണ്ട്.